കുഞ്ഞു കുട്ടികളിൽ ആദ്യമേ അവർക്ക് ബോറായി തുടങ്ങിയാൽ പിന്നെ എന്താണ് അത് സന്തോഷത്തോടെ പഠിക്കാനായിട്ട് അവർക്ക് കഴിയത്തില്ല. എപ്പോഴും ഹായ് ഓൾ, സിപ്പിനെസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ആൽഫബറ്റ്സ് എഴുതിക്കുന്നതിന് മുന്നേ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് സ്ട്രോക്സ്. സ്ട്രോക്സ് എന്താണെന്നും അത് പഠിപ്പിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എങ്ങനെ പഠിപ്പിക്കാമെന്നും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാം. സ്ട്രോക്സിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൽഫബറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് പറയാം. അതായത് സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലൈൻസും കർവ്സും സർക്കിൾസും പാറ്റേൺസും ഒക്കെയാണ്. ലൈക്ക് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ്സ്, സർക്കിൾസ്, ഇവയൊക്കെ എന്ന് പറയുന്നത് ആൽഫബറ്റ്സിന്റെ ബേസിക് ഷേപ്സുകളാണ്. ഇത് പഠിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ റൈറ്റിംഗിന്റെ റെഡിനെസ് ഡെവലപ്പ് ആവുന്നത്. എന്തുകൊണ്ട് സ്ട്രോക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാല് സ്ട്രോക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പലതരം ബെനിഫിറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ ഫിംഗർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും. രണ്ടാമത്തേത് അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ആകും. മൂന്നാമത്തേത് അവരുടെ പെൻസിൽ ഗ്രിപ്പ് ഇംപ്രൂവ് ആകും. നാലാമത്തേത് അവർക്ക് ഡയറക്ഷൻ അവയർനെസ് കിട്ടും. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ അവർ എഴുതാൻ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഈ സ്ട്രോക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഗുണങ്ങൾ. അതുകൊണ്ട് തന്നെ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് മുന്നേ കൃത്യമായി നമ്മൾ സ്ട്രോക്സ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് ആൽഫബറ്റ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ്. അപ്പൊ ലൈൻസും കർവ്സും നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചാൽ കുഞ്ഞിനത് ജോയിൻ ചെയ്ത് ആൽഫബറ്റ്സ് എഴുതാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രോക്സ് ആണ് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ, റൈറ്റ് സ്ലാന്റിംഗ് ലൈൻ, അപ്പ് കർവ്, ഡൗൺ കർവ്, സൈഡ് കർവ്സ്. പിന്നെ ഉള്ളത് സിമ്പിൾ പാറ്റേൺസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സിമ്പിൾ പാറ്റേൺസ് ആണ്. ഫൺ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് സ്ട്രോക്സ് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും. സാൻഡ് റൈറ്റിംഗ് ചെയ്യിക്കാം, ഡോട്ട് ടു ഡോട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം, അതുപോലെ തന്നെ ചോക്ക് ബോർഡിൽ എഴുതിക്കാം കുഞ്ഞുങ്ങളെ കൊണ്ട്, വർക്ക് ഷീറ്റുകൾ കൊടുക്കാം. അങ്ങനെ ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ ഈ പറയുന്ന സ്ട്രോക്സ് കുഞ്ഞുങ്ങളിൽ നന്നായിട്ട് ഡെവലപ്പ് ആയി വരും. സ്ട്രോക്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് എഴുതാൻ വളരെ സിമ്പിൾ ആണ്. കുഞ്ഞുങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് കൊടുക്കുന്നത്, ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഹഗ് അല്ലെങ്കിൽ ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ABC ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൃത്യമായി സ്ട്രോക്സ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. അത് പഠിച്ചു കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുക. എപ്പോഴും പഠനം സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിൽ ആദ്യമേ അവർക്ക് ബോറായി തുടങ്ങിയാൽ പിന്നെ എന്താണ് അത് സന്തോഷത്തോടെ പഠിക്കാനായിട്ട് അവർക്ക് കഴിയത്തില്ല. എപ്പോഴും അതിനകത്തൊരു ഇഷ്ടം കൊണ്ടുവരിക. നമ്മൾ വളരെ സമാധാനത്തോടെ ഇഷ്ടത്തോടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ക്വാളിറ്റി ടൈമും കിട്ടും. അവർക്കത് കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കുഞ്ഞു കൈകൾ വളരെ ഇഷ്ടത്തോടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിച്ചോട്ടെ. ലെറ്റ്സ് മേക്ക് ലേണിംഗ് ഫൺ ആൻഡ് ഫുൾ ഓഫ് ലവ്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.